നമസ്കാരം. ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒരു സസ്യമാണ് കറ്റാർ വാഴ. ആയുർവേദ പ്രകാരം വളരെയധികം ഔഷധമൂല്യമുള്ള ചെടി കൂടിയാണ് ഇത്. കറ്റാർ വാഴ വീട്ടിൽ വളർത്തുന്നത് ആ വീടുകളിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. പ്രധാനമായും ഐശ്വര്യം, സമ്പത്ത് പ്രദാനം ചെയ്യുന്ന ഒരു ചെടിയായി തന്നെ പരാമർശിക്കാം. വീട്ടിൽ കറ്റാർ വാഴ വളർത്തുന്നതിലൂടെ മംഗളകരമായ കാര്യങ്ങൾ പോലും ആ വീടുകളിൽ സംഭവിക്കാവുന്നതാണ്. എന്നാൽ ഇതിന്റെ സ്ഥാനം കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നതാണ് വാസ്തവം. ഇവ അപൂർവമായി മാത്രമേ വീടുകളിൽ പൂക്കാറുള്ളൂ. കറ്റാർ വാഴ പൂക്കുന്ന വീടുകളിൽ ചില വ്യക്തികളുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് കറ്റാർ വാഴയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എന്ന് കൂടി അറിയാം. വീടിന്റെ പ്രധാന വാതിലിന്റെ ഇരുവശങ്ങളിലുമായി കറ്റാർ വാഴ വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകളിലേക്ക് സമൃദ്ധി, ഐശ്വര്യം കൊണ്ടുവരുന്നതിന് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നു. വാതിലിന്റെ നേരെയായി കറ്റാർ വാഴ വളർത്താൻ പാടില്ല എന്നാണ് പറയുക. തുളസി, മഞ്ഞൾ എന്നിവയാണ് പ്രധാന വാതിലിന് നേരെയായി വളർത്താൻ ഏറ്റവും ഉത്തമം. പ്രധാന വാതിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഇടത്തുള്ള മണ്ണിൽ ഇടത് വലത് വശങ്ങളിലായി കറ്റാർ വാഴ നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. വീടിന്റെ തെക്ക് കിഴക്ക് മൂലയിൽ കറ്റാർ വാഴ വളർത്തുന്നതും സമ്പത്ത്, ഐശ്വര്യം നൽകുവാനും നിരവധിയാർന്ന സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ കേൾക്കുവാൻ സഹായകരവുമാണ്. ഈശ്വരാധീനം കുറവുള്ള വീടുകളിൽ കറ്റാർ വാഴ വളരില്ല എന്നതാണ് വാസ്തവം. സമൃദ്ധമായി വളരുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട്, ഈശ്വര ചൈതന്യം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ ഉറപ്പാക്കാം. കറ്റാർ വാഴ വളർത്തുന്നത് വീട്ടിലെ അംഗങ്ങൾക്ക് ആരോഗ്യ പുരോഗതി, ആരോഗ്യപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അത്രമേൽ ഐശ്വര്യം ആ വീടുകളിലേക്ക് വന്നു ചേരാം. വടക്ക് കിഴക്ക് ദിശകൾ ഉത്തമമാകുന്നു. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശ ഏറ്റവും ഉത്തമമായി തന്നെ പരിഗണിക്കാവുന്നതാണ്. ഈ ദിശയിൽ പൂക്കുകയാണ് എങ്കിൽ അതീവ ശുഭകരമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. വടക്കാണ് എങ്കിൽ പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം. ധനപരമായ ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ അനുകൂലമായി ആ വീടുകളിലേക്ക് വന്നു ചേരും. കിഴക്കാണ് എങ്കിൽ ആ വീട്ടിലെ അംഗങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായി കണക്കാക്കാം. തെക്ക് ദിശയിലാണ് എങ്കിൽ ആരോഗ്യ വർധനവ് വന്നു ചേരാൻ പോകുന്നു, ആരോഗ്യപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നു എന്ന സൂചനയാണ്. പടിഞ്ഞാറാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനയാകുന്നു. അതിനാൽ പടിഞ്ഞാറ് ദിശയിലാണ് എങ്കിലും ശുഭകരമായി ഭവിക്കും. എന്നാൽ ഏതെല്ലാം വ്യക്തികളുടെ വീട്ടിലാണ് കറ്റാർ വാഴ പൂക്കുക എന്ന കാര്യത്തിനും പ്രാധാന്യമുണ്ട്. ഈ വ്യക്തികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ കറ്റാർ വാഴ പൂക്കുകയും അത് ആ വീടിന് ഐശ്വര്യമായി മാറുകയും ചെയ്യുന്നതാണ്. അതിൽ ആദ്യത്തേതായ വ്യക്തികൾ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടുകളാണ്, അഥവാ ഈശ്വരാധീനമുള്ള വീടുകളായിരിക്കും. ആ വീടുകളിൽ തീർച്ചയായും കറ്റാർ വാഴ പൂക്കുന്നതാണ്. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് കടന്നു വരും. ഇഷ്ടദേവതയെ ദീർഘനാളായി ആരാധിക്കുകയും ഇഷ്ടദേവത നിങ്ങളിൽ പ്രസാദിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ, അഥവാ ഇഷ്ടദേവതയുടെ അനുഗ്രഹം, സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ കറ്റാർ വാഴ പൂക്കുന്നതാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ അനുകൂലമായ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം ആരോഗ്യം ഉള്ളവരുടെ വീടുകളിലാകുന്നു. പെട്ടെന്ന് തന്നെ ഇവർക്ക് രോഗങ്ങൾ ബാധിക്കില്ല എന്നതാണ് വാസ്തവം. കൂടാതെ രോഗദുരിതങ്ങൾ വന്നു ചേരുകയാണ് എങ്കിൽ പോലും അതിൽ നിന്നും കരകയറുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ആരോഗ്യം വീണ്ടെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നവർ തന്നെയാകുന്നു. അതിനാൽ കറ്റാർ വാഴ തീർച്ചയായും വീടുകളിൽ പൂക്കുകയാണ് എങ്കിൽ
ഇത്തരം വ്യക്തികൾ ആ വീടുകളിൽ ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. മുൻകൂട്ടി കാര്യങ്ങൾ അറിയുന്നവർ, അത്തരം വ്യക്തികൾ വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ തീർച്ചയായും കറ്റാർ വാഴ പൂക്കുന്നതാണ്. പല വ്യക്തികൾക്കും സ്വപ്നത്തിൽ അല്ലെങ്കിൽ അവർ അറിയാതെ അവിചാരിതമായി പറഞ്ഞു പോകുന്നതായ ചില കാര്യങ്ങൾ പിന്നീട് സംഭവിക്കുന്നതാണ്. ഇത് അവർക്ക് പോലും അത്ഭുതം തോന്നുന്നതായ കാര്യമാകാം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള വീടുകളിൽ തീർച്ചയായും കറ്റാർ വാഴ പൂക്കുന്നതാണ്. നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ കറ്റാർ വാഴ ആ വീടുകളിൽ പൂക്കുകയും അനുകൂലമായ ഫലങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യാം. ചിലർക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. പിടിച്ചു നിൽക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഈ വ്യക്തികൾക്ക് ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുവാനും മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം ഉള്ളവരാകുന്നു. അത്തരം വ്യക്തികളുള്ള വീടാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ കറ്റാർ വാഴ ധാരാളമായി പൂക്കുന്നതാണ്. അവർക്ക് പോലും അത്ഭുതം തോന്നും വിധം കറ്റാർ വാഴകളെല്ലാം തന്നെ പൂക്കും എന്നതാണ് വാസ്തവം. മറ്റൊരു വ്യക്തികൾ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവരാണ്. അവർക്ക് വലിയ കാര്യങ്ങൾ തന്നെ വേണം എന്നില്ല. ചെറിയ കാര്യമാണ് എങ്കിലും മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ ആ വീടുകളിൽ തീർച്ചയായും കറ്റാർ വാഴ പൂക്കുന്നതുമാണ്. ചില വ്യക്തികൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ കാര്യങ്ങൾ നടക്കുവാൻ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നവരുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ ചില വ്യക്തികൾക്ക് അവർ ആഗ്രഹിക്കുന്നതിന് മുൻപായി തന്നെ അല്ലെങ്കിൽ ആഗ്രഹിച്ച് തുടങ്ങുന്നതായ അവസരത്തിൽ തന്നെ ആ കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അതായത് ആഗ്രഹിക്കുന്നതായ ആ സമയത്തോ അല്ലെങ്കിൽ ആഗ്രഹിച്ച് തുടങ്ങുന്നതായ ആ സമയത്തോ തീർച്ചയായും ആ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാണ്. ഈശ്വര ചൈതന്യം, ഈശ്വരാധീനം, ഈശ്വര അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ്. അതിനാൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. എന്നാൽ ഈ ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടായിട്ടും കറ്റാർ വാഴ പൂക്കാത്തതായ സാഹചര്യമാണ് വീടുകളിലുള്ളത് എങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കറ്റാർ വാഴയെ ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ്. പരിപാലിക്കാതിരിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകണം എന്നില്ല. കൂടാതെ കറ്റാർ വാഴയുടെ അടുത്ത് മലിനജലം വരുന്നത് ശുഭകരമായ ഒരു കാര്യമല്ല. കൂടാതെ മുള്ളുള്ള ചെടികൾ അരികിലായി വരുന്നത് ശുഭമായി ഭവിക്കില്ല എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം അഴകൾ ഒരിക്കലും കറ്റാർ വാഴയുടെ അടുത്ത് വരാൻ പാടുള്ളതല്ല. ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടായിട്ട് പോലും ആ വീടുകളിൽ കറ്റാർ വാഴ പൂക്കണം എന്നില്ല. ശരിയായ രീതിയിൽ പരിപാലിച്ച് ശരിയായ ദിശകളിൽ കറ്റാർ വാഴ സ്ഥാപിക്കുകയാണ് എങ്കിൽ, നടുകയാണ് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും.